ഹലോ മക്കളെ, എന്തല്ല നമുക്ക് പെട്ടെന്ന് ഒരു നൗൺ ഫ്രേസ് വെർബ് ഫ്രേസിന്റെ ക്വസ്റ്റ്യൻ ചെയ്താലോ? യെസ്, 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ വരുന്ന ചോദ്യമാണ്, വെറുതെ വിട്ട് കളയണ്ട കേട്ടോ. ഇവിടെ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെന്റൻസിലെ വേർബിനെ നിങ്ങൾ കണ്ടുപിടിക്കണം. ചില സാഹചര്യത്തിൽ, ചില പ്രത്യേക സാഹചര്യത്തിൽ, അപ്പൊ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് വേർബിനെ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ചില പ്രത്യേക സാഹചര്യത്തിൽ ചില വേർബുകൾ അവിടെ ഉണ്ടാവില്ല, വേർബിന്റെ പകരം ഓക്സിലറി ഉണ്ടാവും. ഇനി ചില പ്രത്യേക സാഹചര്യത്തിൽ ഈ ഓക്സിലറി, വേർബും ഓക്സിലറി രണ്ടും ഒരുമിച്ച് വരും. അങ്ങനെ വരുമ്പോൾ ആദ്യം വരുന്ന ആൾക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മുൻഗണന കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ എങ്ങനെയാ? പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഫെമിലിയർ ആവുന്നതാണ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ നമുക്ക് നോക്കാം. An appetizing odor of roast meat. അപ്പൊ ഈ സെന്റൻസിലെ വേർബ് എന്താ? ഈ ഒരു അപ്പറ്റൈസിങ് എന്ന മനം മയക്കുന്ന, അല്ലെ, നല്ല മനം മയക്കുന്ന അല്ലെങ്കിൽ രുചി ഊറുന്ന ഓർഡർ, ഗന്ധം, സുഗന്ധം, മണം എന്നൊക്കെയാണ് അർത്ഥം. ഓഫ് റോസ്റ്റ് മീറ്റ്, അല്ലെ, ചുട്ട ഇറച്ചിയുടെ ഗന്ധം എന്ത് ചെയ്തു? റോസ്, ഉയർന്നു പൊങ്ങി അല്ലെങ്കിൽ ഉയർന്നു വന്നു. ഫ്രം ദ ഹേർത്ത്, ആ ഒരു ഫയർ പ്ലേസ്, ആ ഒരു കിച്ചണിന്ന് ഉയർന്നു വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ വേർബ്, ഇവിടെ ഓക്സിലറി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി വേർബ് ഇവിടെ ഉണ്ടല്ലേ. ഏതാണ്? റോസ് ആണ് ഇവിടുത്തെ വേർബ്. അപ്പം ഒരു 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 ടിന്നില് കുറച്ച് കറുത്ത മുത്തുകളും വെളുത്ത മുത്തുകളും ഉണ്ടെന്ന് വിചാരിക്കുക. ആ കറുത്ത മുത്തൊക്കെ പുറത്തെടുത്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഒരു ജാറിലെ ടിന്നിൽ ബാക്കിയുള്ളത് വെളുത്ത മുത്തുകളാണെന്ന് പറയാൻ പറ്റും. അപ്പം ഈ വേർബ് കണ്ടുപിടിച്ചാൽ വേർബ് തൊട്ടിട്ട് പിന്നെ ഉള്ളത് എന്തായിരിക്കും? വേർബ് ഫ്രേസ് ആയിരിക്കും. അതിന്റെ മുന്നിലുള്ളതൊക്കെ എന്തായിരിക്കും? നൗൺ ഫ്രേസ് ആയിരിക്കും. നിങ്ങൾ വിചാരിച്ച ഉത്തരം ശരിയാണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് എന്ത് ചെയ്യുക? വേർബ് ഫ്രേസും നൗൺ ഫ്രേസും കണ്ടുപിടിക്കുക കേട്ടോ. അപ്പൊ ഓക്കെ, മക്കളെല്ലാം പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഗൈസ്.